പറഞ്ഞ് വിഷയം പറഞ്ഞ് ആളെ നന്നാക്കാൻ. ആ തങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളോട് പറയുന്നു, ഇങ്ങനെയാ നിങ്ങൾ ചെയ്യേണ്ടത്. ആ ആള് അതുകൂടി ശ്രദ്ധിക്കുമ്പോ ആള് ഉഷാറായി. ബാക്കിയുള്ള എല്ലാ അമലുകളും ആളിലുണ്ട്. ആ ഒരു വിഷയത്തിലെ കുറവുള്ളൂ. ആ കുറവും കൂടി തീർത്തു കൊടുത്ത് ആളുകളെ നന്നാക്കുകയാണ്. മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾ എത്ര സ്വകാര്യത മറച്ചു വച്ചാലും തങ്ങൾക്ക് അള്ളാഹു നൽകിയ വിശാലമായ ഇൽമു കൊണ്ട് അള്ളാഹു അത് പുറത്തെടുത്ത് പറയാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോ പുറത്തു പറയുകയാണ്. തങ്ങളെ വധിക്കാൻ വേണ്ടി ഖൈബറിൽ വെച്ച് തങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിച്ചു. ഖൈബറിൽ വെച്ച് ആ ഭക്ഷണപാത്രം മുന്നിൽ വെച്ച് ഇങ്ങനെ നല്ല ആടിന്റെ മാംസം റെഡിയാക്കി മുന്നിൽ വെച്ച് ഭക്ഷിക്കാനിരിക്കുന്ന സമയത്ത് മാംസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംവദിച്ചു, തങ്ങൾ ഇത് ഭക്ഷിക്കരുത്, ഇത് മസ്മൂമത്തുൻ വിഷലിപ്തമാൻ. തങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് സ്വഹാബത്തൊക്കെ നോക്കി തങ്ങൾ ഇങ്ങനെ എടുത്തതിന്റെ ശേഷമാണ് അവരെടുക്കുള്ളൂ. ബിസ്മി അല്ലി തങ്ങൾ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ എടുത്തിട്ട് ശേഷം അവരെടുക്കുള്ളൂ. അതിന് മുമ്പ് ആരും കൈവെക്കൂല. തങ്ങൾ ബിസ്മി അല്ലി കൈവച്ചോ നോക്കും. ബിസ്മി അല്ലി കൈവച്ചാൽ പിന്നെ സ്വഹാബത്തും കൈവെക്കും. കൂട്ടത്തിൽ ഒരു സഹാബി തങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങിയല്ലോ എന്ന് കൈവച്ചപ്പോ കണ്ടപ്പോ ഒരു സഹാബി തുടങ്ങിയില്ലേ, ഇനി തുടങ്ങാന്നുള്ള ആൾക്ക് ഒരു കഷ്ണം കഴിച്ചു, സ്പോട്ടിൽ മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. അത്രയും ഉഗ്രം വിഷമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. തങ്ങൾ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാനാ ഭക്ഷണം ഉണ്ടാക്കിയത്. ഉടനെ തങ്ങൾ ചോദിച്ചു, ഇതിലെന്തിനാ വിഷം ചേർത്ത്? ഈ ആട്ടിറച്ചിയിൽ എന്തിനാ വിഷം ചേർത്തത്? നിങ്ങൾ നോക്കി, തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വിശാലത, അവിടുത്തെ ഖൽബിന് അല്ലാഹു നൽകുന്ന സൗന്ദര്യം നോക്ക്. നമ്മളെ മുന്നിലൊന്ന് കൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയോ ഇതേതാ ഭക്ഷണം എന്നറിയോ? ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. ബിശ്റുൽ ഹാഫി തങ്ങൾ ഭക്ഷണത്തിന്റെ മുന്നിലെത്തിയാൽ ഭക്ഷണം അങ്ങോട്ട് കണ്ട മഹാനവറുകൾക്ക് അറിയും അത് ഹലാലാണോ ഹറാമാണോ. ഹലാൽ അല്ലെങ്കിൽ മഹാനവറുകൾ വേഗം എഴുന്നേറ്റു, അസ്സലാമു അലൈക്കും, പറ്റട്ടോ പിന്നെ വരാന്നറിയാം. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയിരുന്നു. അതൊരു വലിയാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പെണ്ണിനോട് ചോദിച്ചു, ഇതിലെന്തിനാ വിഷം പുരട്ടിയത്? പെണ്ണ് പറഞ്ഞു, വിഷം പുരട്ടിയത് നിങ്ങളൊരു നബിയാണെങ്കിൽ വിഷം നിങ്ങൾക്ക് പരിക്കേൽപ്പിക്കൂല എന്ന് എനിക്ക് നന്നായി അറിയാം. അതേ സമയത്ത് നിങ്ങൾ നബിയല്ല. ജനങ്ങളെ വാചാലത കൊണ്ട് സ്വീകരിച്ച് കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണെങ്കിൽ ജനങ്ങൾ നിങ്ങളങ്ങ് പോയാൽ സ്വസ്ഥമായവർക്ക് ജീവിക്കും.